Okay. Okay. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala Rasulil Ameen wa ala alihi sahbihi ajma'in. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuh. സലാം അടക്കണ കേട്ടില്ലല്ലോ. മിസ്സബ് സലാം അടക്കി കേട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞ എന്താ മറുപടി പറയാത്തെ? ആ അത് ശരി. എവിടെ നിങ്ങള് കേൾക്കുന്നില്ലല്ലോ. ആ ഗുഡ് ബോയ്, ഗുഡ് ബോയ്. എന്തൊക്കെയാണ് സെയിൻ വിശേഷം? നല്ല വിശേഷം. വായിക്കാൻ പഠിച്ചോ എല്ലാവരും? സ്പീഡിൽ വായിക്കാൻ പഠിച്ചോ? ഇന്നലെ വായിച്ചിരുന്ന പോലെ? അപ്പൊ ഇടക്കിടക്ക് ഇതുവരെ പഠിച്ച പാഠങ്ങൾ സ്പീഡിൽ വായിക്കാൻ പഠിക്കണം കേട്ടോ. ഓഫ് ചെയ്താളേയും ലൈക്ക, നിങ്ങള് ലീവ് ചെയ്താളേയും, കാരണം കേൾക്കൂലല്ലോ, യാത്രയിലാവുമ്പോ കേൾക്കൂല. ഓക്കെ. എന്താ മുഹമ്മദ് സൈൻ പറഞ്ഞേ? അതന്നെ, അതുപോലെ ഫുള്ള് സ്പീഡിൽ. അത് മിസ് നന്നായി വായിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് പുതിയ ഇത് എടുക്കണം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എന്താണ്? അതാണ്, ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ എവിടെ പോയി? രണ്ടാളെ കാണുന്നുള്ളൂ. ഒരു വരുന്നുണ്ടാവും, നോക്കാം. വെയിറ്റ് ചെയ്യാ ട്ടാ. ഇത് ഞാൻ പറഞ്ഞു തന്നില്ല, ഇന്നലെ പറഞ്ഞു. ഓക്കെ. ഹെൽപ്പിംഗ് ലെറ്റേഴ്സ്. ഇനി എടുക്കാനുള്ളതാണ് കേട്ടാ. 2 ലെറ്റർ. അതിൽ ഖുർആൻ എന്നൊക്കെ എഴുതാൻ പഠിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടാ. അർമാൻ വരുന്നുണ്ട്. പഠിച്ചിട്ടില്ല അല്ലെ? അർമാൻ, ഹൈമി, ഇതൊക്കെ എവിടെ പോയി? അർമാൻ, ഹൈമി ഇവിടെ ഉണ്ട്. വേഗം ഓണാക്കിട്ട് ഓടി വാ. എവിടെ പോയി എല്ലാവരും? ഇവരൊക്കെ കണ്ടോ നേരത്തെ വന്നിരിക്കുന്നത്? ഓക്കെ. ഹൈമി ഇന്നലെ നല്ല കുട്ടിയായിട്ട് ഫുൾ ടൈം ഇരുന്ന് നിൽക്കണം. ഹൈമി ഇന്ന് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ നല്ല കുട്ടികളായിട്ട് ഇരുന്ന പോലെ ഇന്ന് ഇരിക്കണം കേട്ടോ. നിങ്ങൾ ഇരുന്ന് ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ വേറെ പഠിക്കേണ്ടി വരില്ല. പിന്നെ അമ്മച്ചിൻ്റെ ഒന്നും പഠിപ്പിച്ചു തരേണ്ടി വരില്ല കേട്ടോ. പിന്നെ വെറുതെ ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു ഹെൽപ്പ് മാത്രം മതിയാവും. ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫുള്ളും ഇരുന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. ബിസ്മില്ലാ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോൾ ആരാ വരാൻ? ലൈക്ക ഇല്ലല്ലോ, അവള് ലീവല്ല, അവൾക്ക് യാത്രയിലാണ്. സൈനബിന് എന്ത് പറ്റി? ഇന്നലെ സൈനബ് വന്നിട്ടില്ലല്ലോ. അലീമക്ക് പനിയാണ്. അലീമക്ക് വയ്യ. അപ്പൊ ഇനി ചിലപ്പോ അവര് വരുന്നുണ്ടാവില്ല. ഇനി വരികയാണെങ്കിലും സൈൻ ഇസ്ഹാനാണ് വരുന്നുണ്ടാവുക. സൈൻ ഇസ്ഹാൻ വന്നിണോ? അർമാന്റെ മേശമെന്ന് എല്ലാ സാധനം എടുത്ത് മാറ്റണം. എന്താണത് അർമാൻ? അർമാൻ എന്താ കയ്യില്? എന്താണ് അർമാന്റെ കയ്യില്? വാച്ചൊക്കെ പിന്നെ നേരാക്ക്. ഇത് വാച്ച് നേരാക്കുന്ന ടൈം അല്ലല്ലോ. ഓക്കെ. വാച്ച് നാളെ മതിയില്ലേ? ഇന്നിപ്പോ വാച്ചിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ബിസ്മില്ല, നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ. നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്ററുകൾ മറന്നിട്ടില്ലല്ലോ. ഏതായിരുന്നു? ഒന്ന് ഓടിച്ച് പറഞ്ഞേ. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ പറ്റിക്കാൻ വേണ്ടി എഴുതിയാൽ ഇപ്പൊ പഠിയുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഞാനൊന്ന് മാറ്റി എഴുതി നോക്കിയതാട്ടാ, പഠിച്ച ഓർഡറിലല്ലാണ്ട്. അലിഫ് ബ ത സ ന. പിന്നെ നമ്മൾ എന്ത് പഠിച്ച്? വ യ ദ
വേറെ പഠിച്ചല്ലോ, മറന്നുപോയി. യാ അല്ല, ഇതും കാ. ഇതില്ല, ഇത് കാ, ഇതും കാ. ഇതാരാ? ഇതാരാ? ആരാ? ആ, ഇത് 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 ആ അല്ലേ? ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും ഇതൊക്കെ ഒന്ന് തന്നെ അല്ലേ? ഇതെല്ലാരും ഒന്നാണ് അല്ലേ? സൈൻ ഇസ്ഹാൻ വന്നല്ലോ. നേരത്തെ വരണ്ടേ? ഇത്തിരി കട്ടി ക്ലാസ് ഉണ്ടായിരുന്നോ? ശരി, ഓക്കെ. അപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലോട്ട് വെറുതെ അല്ല അവന് ദേഷ്യം വരുന്നത്. അപ്പൊ അങ്ങനെ ക്ലാസ് ഉള്ള ദിവസം വേറെ ബാച്ചിലോട്ട് ജോയിൻ ആയാൽ മതി. അങ്ങനെ പറ്റും. അപ്പൊ അല്ലെങ്കിൽ കുട്ടികൾക്ക് മടുപ്പായിരിക്കും ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലോട്ട് ഇങ്ങനെ കയറുമ്പോഴേ. പകരം സംവിധാനം ഉണ്ടല്ലോ, അപ്പൊ ഉപയോഗപ്പെടുത്താം. ശരി. സൈനബിന് എന്ത് പറ്റി? സൈനബ് ഇന്നലെയും കണ്ടില്ലല്ലോ. സൈനബ് സൈനബ് ലീവ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ബിസ്മില്ല, നമുക്ക് അടുത്ത ലെറ്റർ പഠിക്കല്ലേ? അടുത്ത 2 ലെറ്റർ, ആകെ 2 ലെറ്റർ ഉള്ളു. അപ്പൊ നമ്മളിങ്ങനെ കുറേ ദിവസം ഒരു ഇതായിട്ട് നടക്കണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. വാട്സപ്പിൽ ചോദിക്കുക. ഏതെങ്കിലും ഭാഗം പിന്നെ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ പറയാം. അത് കുറേ ഭാഗം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് ഇരുന്നാൽ മതി കേട്ടോ. ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഒരുമിച്ച് പോകുന്ന ക്ലാസ് അങ്ങനെ പോട്ടെ. എന്താടാ ഈ വയറും എന്തൊക്കെ ആയിട്ട് വന്നാണ്? സെയിൻ ബുക്ക് മാറ്റിക്ക് ഇതിൽ നോക്കിയാൽ മതി. ഇപ്രാവശ്യം നമ്മൾ 3 ലെറ്റർ പഠിക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ കഴിഞ്ഞ വീക്കിൽ എന്ത് പഠിച്ച്? സാ പഠിച്ചു, പിന്നെ ഷാ പഠിച്ചല്ലേ? വെരി ഗുഡ്. അത് ഇങ്ങനെയാണ് ഫസ്റ്റിലും മിഡിലും എഴുതുമ്പോ വരിക അല്ലെ? എങ്ങനെയാ? ഇങ്ങനെ അല്ലേ? അത് പഠിച്ചില്ലേ നമ്മള്? ടീച്ചർ എഴുതിയതല്ല, അത് അവിടെ അവൻ കളിക്കണേ. ആര്? മുഹമ്മദ് സെയിൻ. കണ്ട അവന്റെ മുഖം ബേജാറായിക്കണു, വിക്രസ് കാട്ടിട്ട്. അവനിപ്പോ തല തിരിഞ്ഞിരിക്കണം. അതിമ കളിക്കണ്ട കേട്ടാ. ഓക്കെ, കഴിഞ്ഞ വീക്കിൽ ഇത് പഠിച്ചുല്ലേ? അതിന് മുമ്പത്തെ വീക്കിൽ നമ്മള് ലാ പഠിച്ചുല്ലേ? ലാന്റെ മടിയില് യു കാ വേറെ ഷേപ്പിൽ ഇങ്ങനെ എഴുതാന്ന് പഠിച്ച ഇങ്ങനെ അല്ലേ? ഇങ്ങനെ എഴുതി കാ പഠിച്ചു അല്ലേ? പിന്നെ നമ്മള് പഠിച്ചു. ഈ ലെറ്റർ നമ്മള് കഴിഞ്ഞതിൽ പഠിച്ച് ലാസ്റ്റ് വീക്കിൽ പഠിച്ചില്ല. ഇനി നമുക്ക് അപ്പൊ ഈ വീക്കില് നമുക്ക് വേറെ ലെറ്റർ പഠിക്കല്ലേ? ഈ വീക്കില് നമ്മള് ഭാവമൊക്കെ എഴുതുന്ന പോലെ എഴുതിയിട്ട് അതിന്റെ ഫസ്റ്റില് ഒരു റൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയല്ലേ, അതിന് മുകളിൽ ഒരു ഡോട്ട് ഇട്ട് എന്താ വായിക്കുക? ഫ. എന്താണ്? ഫ. എങ്ങനെ എഴുതി? വേറെ ആരെങ്കിലും സ്ക്രീനിൽ കളിക്കുന്നുണ്ടോ? അതെങ്ങനെ എഴുതി? നമ്മള് ബോട്ട് വരച്ചിട്ട് അതിന്റെ ഫസ്റ്റിൽ ഒരു ചെറിയൊരു റൗണ്ട് ഇട്ട് കൊടുത്തു അല്ലേ? അത്രേ ഉള്ളു പണി കേട്ടോ. അതെന്താണ്? ഫ. അർമാന്റെ ഇത് കാണിക്കുന്നില്ലല്ലോ.
ഹൈമി ഹൈമി ഇവിടെ വാ. ഹൈമി നോക്കിയേ, ഇതേതാണ് ലെറ്റർ? ഏതാ പുതിയത് പഠിച്ചേ? ഫ. ഫ അല്ലേ? ഇനി ഫക്ക് അടിയിൽ ഡോട്ട് ഇട്ടാല് ഫി. ആ ഒരു കുഞ്ഞി ഡോട്ട് കട്ടി പറ്റക്കുറയുന്നു, കിട്ടിയാല് പറ്റക്കുറ കൂടുന്നു. അപ്പൊ ഈ റൗണ്ട് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇടുന്നേട്ടാ. ഫൂ. ആ ഫൂ. ഇനി ഫാന്ന് എഴുതണെങ്കിലോ? ഫാന്ന് എഴുതണമെങ്കിൽ ഇത്ര തന്നെ ഉള്ളു പണി. ഫാ പിന്നെ ഫാ. പിന്നെ ഫീ എഴുതാനോ? ഫീ അല്ലേ? ഫീ. പിന്നെ ഫൂ എഴുതാനോ? ഫൂ. ഇത്രേ ഉള്ളു പണി. ഓക്കെ. ഫാ ഫീ ഫൂ അല്ലേ? ഇത് എളുപ്പല്ലേ? പഠിക്കാൻ എളുപ്പല്ലേ? ഫാ ഫീ ഫൂ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ലെറ്റർ അത് വെച്ചിട്ടൊരു വേർഡ് എഴുതി നോക്കാം. ഇതെന്താ? ഇത് മുഹമ്മദ് സൈനിന്ന് കൈ മാറ്റ്. മുഹമ്മദ് സൈനിന്ന് കൈ മാറ്റ്. ഇനി അടങ്ങിയിരുന്നു. അതേപോലെ അടുത്തത് തന്നെ എഴുതരാം. നോക്കിയത് വായിച്ചു നോക്കിയേ. ഇതെന്താ? നിങ്ങക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണില്ലല്ലോ. ആ പെണ്ണ് പറ്റ കട്ടി കുറച്ചായി എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫുല്ലല്ല. ആ ഇത് നോക്കിയേ. ബ്ലാക്ക് സർക്കിൾ ഇട്ടാല് ഫുൽ. അർഫാൻ ഫുൽ. ആ പിന്നെ ഫു. ഫുൽ ഫുൽ എന്ന് പറഞ്ഞാല് പെപ്പറാണ്. പെപ്പർ. തുമ്മിയാൽ എന്താ പറയാ? സൈൻ, മുഹമ്മദ് സൈൻ, തുമ്മിയാൽ എന്തെന്താ പറയാ? അൽഹംദുലില്ലാ പറയില്ലേ? എന്താ പറയാ? കോട്ടുവായി ഇടുമ്പോ എന്താ പറയാ? അഊദു ബില്ലാ. സൈൻ പറഞ്ഞ, സൈൻ ഇസ്ഹാൻ പറഞ്ഞ കോട്ടുവായിട്ടപ്പോ? അല്ല, മുഹമ്മദ് സൈൻ പിന്നെ തുമ്മല്ല ചെയ്തത്. അപ്പൊ എന്ത് പറയാ? അൽഹംദുലില്ലാ. ഈ തുമ്മിയപ്പോ മറ്റാള് കോട്ടുവായിട്ടു. അപ്പൊ എന്ത് പറയണം? അഊദു ബില്ലാ പറയണം കേട്ടാ. ഓക്കെ. അപ്പൊ ഇതെന്താണ്? ഫുൽ. ആ ഇനി ഇതെന്തായിരുന്നു? ഇതോ? ഫനസ് വന്നാല് ചക്കയാണ് ട്ടാ. ചക്ക. ഇതെന്താ? സൈഫ്. ഹൈമി വായിക്കുന്നുണ്ടോ? അടുത്തത് എല്ലാരും നോക്കിയത് എനിക്ക് എഴുതി കാണിച്ചു തരണം കേട്ടാ. ഇതെന്താ? അതില്ല. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. അത് പഠിച്ചിട്ടില്ല. ഫാ പഠിച്ചിട്ടില്ല.
ഇല്ലല്ല അത് പഠിച്ചിട്ടില്ല, അറിയണ്ട. ഓക്കെ, അപ്പൊ അത് മതി. അപ്പൊ അത് മതി. ഈ ഫ അല്ലേ പഠിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം പഠിച്ചിട്ടില്ല. അപ്പൊ ഫുൽ ഫുൽ ഫനസ് സേഫ്. അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പുതിയ ലെറ്റർ ഏതാണ്? ഇങ്ങനെ ഇട്ടിട്ട് ഫ പഠിച്ചു അല്ലെ. അതായത് നമ്മൾ ബോട്ട് വരച്ചിട്ടാണ് അല്ലെ. ബോട്ട് വരച്ചിട്ട് അതിന്റെ ആദ്യം നമ്മൾ പിന്നെ ഒരു റൗണ്ട് ഇട്ട് കൊടുത്തു അല്ലെ. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ഡോട്ട് ഇട്ടാ. എന്താ ഹൈമി എഴുതിയാ? ഹൈമി എഴുതിക്ക. ഹൈമി ഇപ്പൊ എഴുതല്ലേ, അപ്പൊ വായിക്കണ്ടേ? പുതിയ വേർഡ് വായിക്കേട്ടാ. അല്ലാത്ത ടൈമിൽ എഴുതാ. ഇപ്പൊ ഇത് വായിക്കട്ടെ. പുതിയ എന്താണ് ഈ ഫാക്ക് വലിയ പ്രത്യേകതയൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റിൽ എഴുതുമ്പോ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഫനസ് എന്ന് എഴുതിയപ്പോ കണ്ട ഇത്രേ ഉള്ളൂ. ഫസ്റ്റിൽ എഴുതുമ്പോ ഈ ഫുള്ള് ഷേപ്പ് ഉണ്ടാവില്ല. പിന്നെ അതിന്മേ ഞാൻ വേറെ എഴുതി അങ്ങനെ കേട്ടോ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഒറ്റക്ക് എഴുതുമ്പോഴും അവസാനത്തിൽ എഴുതുമ്പോഴും നടുവിൽ എഴുതുമ്പോഴും ഒക്കെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നടുവിൽ എഴുതുകയാണെങ്കിൽ ഇപ്പൊ കണ്ട ഫുൽ ഫുൾ എന്ന് എഴുതിയപ്പോ എങ്ങനെ എഴുതിയത്? ഫുൾ എഴുതിയിട്ട് അയിമ കൂടി തന്നെ എഴുതിയില്ലേ? ഏതാ ഫുൽ ഫുൽ കണ്ട. മധ്യത്തിൽ എഴുതിയപ്പോ അതിന്റെ ഷേപ്പ് ഇത്രേ ഉള്ളൂ. എങ്ങനെയാ? ഇങ്ങനെയാണ്. നടുവിൽ എഴുതിയപ്പോ ഇതാണ് ഷേപ്പ് കണ്ട. ഇങ്ങനെ മനസ്സിലാവും. ഇങ്ങനെ കണ്ടാ എന്ത് മനസ്സിലാക്കണം? ഫു ആണെന്ന് കേട്ടാ. ഫസ്റ്റിൽ എഴുതുമ്പോ അതിന്റെ ഷേപ്പ് ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതണ്ട ഫ. എൻഡിൽ വരുമ്പോ അതിന്റെ ഫുൾ ഷേപ്പ് ഉണ്ടാവും അല്ലെ. എൻഡിൽ വരുമ്പോ ഇത്ര ഉണ്ടാവും. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും കേട്ടോ. അതുണ്ടോ, ഫസ്റ്റിൽ വന്നപ്പോ ഇങ്ങനെയാ, മിഡിൽ വന്നപ്പോ ഇങ്ങനെയാ അല്ലെ, ലാസ്റ്റ് വന്നപ്പോ ഇങ്ങനെ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, ബിസ്മില്ല. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ഒരു ബോട്ട് വരച്ചിട്ട് അതിന്റെ ഫസ്റ്റ് ഒരു റൈറ്റ് വെച്ചിട്ട് മുകളിൽ ഡോട്ട് ഡോട്ട് പഠിച്ചല്ലേ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് അതന്നെ ഇതല്ല, കുറച്ച് റൗണ്ടിൽ എഴുതുക. അതിനെ ഒന്നും കൂടി റൗണ്ട് ആക്കി എഴുതുക. എത്ര വലുപ്പത്തിലല്ലാണ്ട്. സി അല്ല, സി അല്ല. എന്നിട്ട് മുകളിൽ 2 ഡോട്ട് ഇടുക. അതാണ് നമ്മൾ കാ പറഞ്ഞതല്ല. കുറച്ച് ഇപ്പുറത്ത് പറയുമ്പോള് നമ്മൾ പണ്ട് റാ പഠിച്ചില്ലേ. റാ പറഞ്ഞപ്പോ നമ്മൾ വായ നിറച്ച് പറയാൻ പറഞ്ഞില്ലേ, നാവ് ഉയർത്തിയിട്ട്. അതുപോലെയാണ് പറയുമ്പോള് വായ നിറച്ച് പറയാം കേട്ടാ. ഓക്കെ, മുഹമ്മദ് ഹുസൈൻ ശ്രദ്ധിക്കട്ടാ. മിസ്സുക്ക് എന്താ ഉറക്കം വരുന്നില്ല? ഇതെന്താണ്? പറയുമ്പോള് വായ നിറച്ച് പറയട്ടാ. ആദ്യം ഇവിടുന്നാണ് വരുന്നത്. അത് എഴുതിയ ഷേപ്പ് കണ്ടോ? ഷേപ്പ് കണ്ടോ? കുറച്ച് റൗണ്ട് ആയിട്ട് എഴുതിയിട്ടില്ല കേട്ടോ. ഇതിന്റെ പോലെ അത്ര ലോങ് ആയിട്ടല്ല, ഇത്തിരി റൗണ്ട് ആയിട്ട് എഴുതി കേട്ടോ. പിന്നെന്താ? എന്താണ്? ഒന്നും കൂടി റൗണ്ട് ആക്കാം. കുറച്ച് റൗണ്ട് ആക്കിട്ട് എഴുതിയല്ലേ. അപ്പൊ ഞാൻ കാന്ന് എഴുതണെങ്കിൽ എങ്ങനെ എഴുതുക? അത് വ്യത്യാസമൊന്നുമില്ല അല്ലെ. ഇത് ഇങ്ങനെ തന്നെ ഉള്ളു കേട്ടാ. വ്യത്യാസം മറ്റേത് എഴുതുന്ന പോലെ തന്നെ എഴുതാ ഓക്കെ. അപ്പൊ എത്രയുള്ളൂ? അത് എങ്ങനെ എഴുതുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇനി നോക്കിയത് ഞാൻ എഴുതിയത് വായിച്ചേ. വെരി ഗുഡ്. നീട്ടാണ്ട് അലിഫിട്ടില്ലേ. ഖുർആൻ. മാഷാഅല്ലാ, ബ്രോക്ക്. അപ്പൊ ഇന്ന് ഖുർആൻ എഴുതാൻ പഠിച്ചു അല്ലെ. ഇന്നലെ എന്ത് പഠിച്ച്? റസൂല് പഠിച്ചു. ഇന്ന് ഖുർആൻ പഠിച്ചു. മറ്റേ എന്താണ് ഹൈമി ഖുർആൻ എഴുതാൻ പഠിച്ചോ? ഹൈമിക്ക് ക്ലാസ് ഓണായ അപ്പൊ ഭക്ഷണം കഴിക്കണം. ഖുർആൻ എന്താണ്? ഖുർആൻ. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചിട്ട് നമ്മൾ ഇന്നലെ റസൂൽ എഴുതാൻ പഠിച്ചില്ലേ, അതേപോലെ ഖുർആൻ എന്നിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ. ഇനിത് വായിച്ചേ. വായിച്ചോ?
ഓക്കെ, അപ്പൊ എന്താണ് ഇനി ഇന്ന് എഴുതിട്ടത് ബുറ് പറയില്ല, ബുർ ബുറ് അല്ല, ബുർ. തു ബുർത്തുഖാൽ, ബുർത്തുഖാൽ അല്ലെ, നമ്മള് പഠിച്ചില്ലേ? അതാണ് ഇത്. അതാണ് ഇത് പഠിച്ചില്ലേ? കൈ പഠിച്ചില്ലേ? അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ബുർത്തുഖാ ആണ് ഇത് കേട്ടാ. ബുർത്തുഖാൽ, ബുർത്തുഖാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ് കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് എന്തൊക്കെ പഠിച്ച്? ഖുർആൻ, നഫഖ, പിന്നെന്താ? വേറൊന്ന് എഴുതരാം. ഇത് വായിച്ചേ, ഇതെന്താ? അർമാൻ, ഇത് വായിച്ചേ. ഫുല്ലാണോ അത്? ഒരു ഡോട്ടാ, രണ്ട് ഡോട്ടാ? ഈ എന്താ അതിലിടക്ക് ചെയ്യുന്നേ? അങ്ങനെ ഇവിടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഈ വാച്ച് നേരാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ക്യാമറ ഓഫ് ആക്കി വാച്ച് നേരാക്കി അവിടെ ഇരുന്നോ. അത് ശ്രദ്ധിച്ച ആളുകൾക്ക് പറയാൻ വയ്ക്കും. അപ്പൊ നിങ്ങൾ അവിടെ വാച്ച് നേരാക്കിയിരുന്നല്ലോ. അപ്പൊ എന്താ പറയാ? ഇതെന്താ? ഇതല്ലേ ഫ, ഇതല്ലേ ഫു. ഇത് എന്താണ്? ഇത് രണ്ട് ഡോട്ട് ഇട്ടല്ലോ, കു. അതല്ല ഇവിടെ എഴുതി തന്നെ. അപ്പോഴൊക്കെ ശ്രദ്ധിക്കാണ്ടിരുന്നു. അതാണ് വായിക്കുമ്പോ പ്രശ്നം. അപ്പൊ നിങ്ങൾ ആ ടൈമിൽ വേറെ പണിക്ക് പോയാലും നിങ്ങൾക്ക് അറിയില്ല. ഗുഡ് ബോയ്. അപ്പൊ നിങ്ങൾ പിന്നെ വരുമ്പോഴത്തേനും എന്റെ ടൈം കഴിഞ്ഞ് ഞാൻ പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അതറിയില്ല. അപ്പൊ അതറിയാണ്ട് ഞാൻ അടുത്ത ലെസൺ എടുക്കും. അപ്പൊ നിങ്ങൾ ഒരുപാട് ബാക്കിലായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കാട്ടോ. ഓക്കെ, അപ്പൊ ബിസ്മില്ല, നമ്മൾ ഇന്ന് 2 ലെറ്റർ പുതിയതായിട്ട് പഠിച്ചു. ഒന്ന് ഫ. എഴുതുന്ന ഷേപ്പ് ഒരു ബോട്ടിന്റെ ഷേപ്പാണ്. അതിന്റെ ഇവിടെ ഒരു ഇട്ട് കൊടുക്കുക, ഒരു ഡോട്ട്. ഇതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. പിന്നെ കാഫ് പഠിച്ചു. കാ പഠിക്കുമ്പോൾ ഇത്തിരി റൗണ്ടിലാക്കി എഴുതുക. 2 ഡോട്ടാണ് അതിന്റെ അടയാളം. ഓക്കെ, പിന്നെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ എഴുതുമ്പോൾ ഫ ഇങ്ങനെ തന്നെ എഴുതുക. ഫ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. മിഡിൽ എഴുതുമ്പോൾ അത് ഇത്രേ ഉണ്ടാവുള്ളൂ. ഫ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. എൻഡിൽ എഴുതുമ്പോൾ ഇതുപോലെ പൂർണ്ണമായിട്ടും എഴുതും കേട്ടോ. പിന്നെന്താണ്? കാഫ് എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിന് തിരിച്ചറിയാൻ എങ്ങനെയാ? 2 ഡോട്ട് ഉണ്ടാവും. ഇത് ക. അതേപോലെ ഇങ്ങനെ എഴുതും, ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ തിരിച്ചറിയാൻ 2 ഡോട്ട് ഉണ്ടാവും. എൻഡിൽ എഴുതുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും. കുറച്ചൊരു റൗണ്ട് ഷേപ്പിലാണ് എഴുതുക കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. പിന്നെ നമുക്ക് അടുത്തത് ഒരു ലെറ്ററും കൂടി പഠിക്കല്ലേ? എന്താണ്? അടുത്തൊരു ലെറ്ററും കൂടി പഠിക്കുക. അതെങ്ങനെ? അത് ഇതുപോലെ ഒരു റൗണ്ടിലാണ് എഴുതുക കേട്ടോ. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയാൽ എന്താ വായിക്കുക? അല്ലേ വേണ്ട, അതിന് ഇങ്ങനെ ഷേപ്പിൽ എഴുതും. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതും. എന്താ വായിക്കുക? മ. എന്താണ്? മിസബിന്റെ മ. ഹൈനി, മിസബ്, അർമാൻ എന്നൊക്കെ എഴുതാൻ പഠിക്കുന്ന മാ ആണ് ഇത്. കണ്ടോ? അതിന്റെ ഒരു ഷേപ്പ് വരുന്നുണ്ടോ? ഒരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് കേട്ടോ. പലരും പല രീതിയിൽ എഴുതും. ഇങ്ങനെ എഴുതാം,
അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുന്നവരുണ്ട് ഈ ഒരു ഷേപ്പില്. അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ എഴുതുന്നവരുണ്ട്. ഇതാണ് അതിന്റെ എൻഡിലും ഒറ്റക്കൊക്കെ എഴുതുന്ന ഷേപ്പ് ഇതാണ് കേട്ടോ. എന്താണ് മ. പക്ഷെ അതിന്റെ ഫസ്റ്റിൽ എഴുതുന്ന ഷേപ്പ് ഇതാണ്. ഫസ്റ്റിൽ എഴുതുമ്പോ അതെന്താണ്? അതിന് നമ്മൾ ഇങ്ങനെ എഴുതുള്ളൂ. ഇത്ര ഉണ്ടാവുള്ളൂ ഫസ്റ്റിൽ എഴുതുമ്പോഴും പിന്നെ മിഡിൽ എഴുതുമ്പോൾ. അപ്പൊ മിഡിൽ നമ്മൾ എഴുതുമ്പോൾ നോക്കിയേ, ഇങ്ങനെ കണ്ടാ. അപ്പൊ എന്തിനാണ് സ്ക്രീനിൽ എന്താണ് നിങ്ങക്ക് കാര്യം? സ്ക്രീനിൽ എന്തിനു കാര്യമുള്ള? ഇങ്ങനെ നോക്കിയാ പോരെ. സ്ക്രീനിൽ കളിക്കരുത്. എന്താണ് മുഹമ്മദ് സൈൻ? മറ്റു കുട്ടികൾ ഇരിക്കുന്ന പോലെ ഈ അതിന്റെ അടുത്തോട്ട് ഉള്ളിൽ കയറിയിരിക്കണ്ട. ഈ കുറച്ച് വിട്ടിരിക്കുക. ആ സ്ക്രീൻ അവിടെ നിന്നോട്ടെ. ഈ അവിടെ ഓരോന്ന് ചെയ്യുമ്പോഴും അത് ഇവിടെ വരുന്നുണ്ട്. അതാണ് പറഞ്ഞതേ. ഓക്കെ, ഇതെന്താ വായിക്കുക? ഷംസ്. അപ്പൊ നോക്കിയേ, മാ മീ മു മ് ഷം എന്നുള്ള ഉച്ചാരണം വരും. അപ്പൊ അതിന്റെ ഷേപ്പ് നോക്കിയേ, ഇങ്ങനെ വന്ന് ഫസ്റ്റിൽ എഴുതുമ്പോഴും മിഡിൽ എഴുതുമ്പോഴും ഈ ഒരു ഷേപ്പ്. ഷംസ് ഷംസ്. ഇനി ഞാൻ ഒന്നും കൂടി എഴുതി. ഓക്കെ, അപ്പൊ അതിന് ഒറ്റക്ക് എഴുതുമ്പോൾ അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. എൻഡിൽ വരുമ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എൻഡിൽ വരുന്നതിനൊരു ഉദാഹരണം എഴുതി തരാം. ഫസ്റ്റിൽ വരുമ്പോ അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. എൻഡില് മിഡില് നടുവിൽ വരുമ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കൊരു വേർഡ് എഴുതി നോക്കാം. ഓക്കെ, ഇതൊന്ന് വെച്ച് നോക്കിയേ. ആരാ തൂന്ന് പറയണ്? തൂ പറഞ്ഞേ. തൂ പറഞ്ഞേ. മിർ 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 മിറെന്നും പറയാം. ഇപ്പൊ തൽക്കാലം മിർ മിർ മിർ. മിർസം മിർസം മിർസം. അപ്പൊ ഈ ഒരു ഷേപ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു ഷേപ്പേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാ അത് എഴുതിയത്? ഫസ്റ്റിൽ എഴുതിയപ്പോ ഇങ്ങനെ എഴുതി. പിന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പൊ ഇത് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം കേട്ടോ. കുറച്ചും കൂടി ക്ലിയർ ആവുക ഇങ്ങനെ എഴുതുമ്പോഴാണ്. അപ്പൊ എന്താണ്? മിർസം മിർസം. ഓക്കെ. അപ്പൊ എന്താണ്? ഫസ്റ്റിൽ എഴുതുമ്പോ അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. മിഡിലിൽ എഴുതുമ്പോ അതിന്റെ ഷേപ്പ് എങ്ങനെയാ? ഇത്ര ഉണ്ടാവുള്ളൂ. ഇത് അത്ര ഉണ്ടാവുള്ളൂ. പിന്നെ എൻഡിൽ വരുമ്പോഴും ഒറ്റക്ക് എഴുതുമ്പോഴും ഇങ്ങനെ ഷേപ്പ്. അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതൊക്കെയാ? അപ്പൊ ഇതെന്താ വായിക്കുക? മ മീ മീമു. ഇനി മാന്ന് എഴുതണെങ്കിൽ മാ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് മൂന്ന് ലെറ്റർ പഠിച്ചു അല്ലേ? ഇന്ന് 3 ലെറ്റർ പഠിച്ചു അല്ലേ? ഏതൊക്കെ ലെറ്റർ പഠിച്ചേ? ഒന്ന് ഫ പഠിച്ചു അല്ലേ? ഫ. ഫാന്റെ ഷേപ്പ് ഫ എഴുതുമ്പോ ഇങ്ങനെ ഫ. ഓക്കെ, പിന്നെന്താ പഠിച്ചേ? ഇത് മുഴുവൻ ഇത് ഫി. ഫി എഴുതുമ്പോ ഫീ. പിന്നെന്താ പഠിച്ചേ? ഫു. ഫു എഴുതുമ്പോ ഇങ്ങനെ കണ്ടാ. ഓക്കെ, പിന്നെ പഠിച്ചത് ക അല്ലേ? ക. അതിങ്ങനെ തിരിച്ചറിയാ 2 ഡോട്ട് അല്ലേ? പിന്നെ ക. അത്ര ഷേപ്പ് ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെന്താ പഠിച്ചേ? മ. എന്താണ്? മ. മാന്ന് എഴുതുമ്പോ ഇങ്ങനെ എഴുതും അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങള്. ഹൈമി പഠിച്ചോ? പുതിയ 3 ലെറ്റർ പഠിച്ച ഹൈമി? പഠിക്കുന്നുണ്ടോ? ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു ഹൈമി പോയോന്ന്. ഓക്കെ, ഇന്ന് നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഇരുന്നിരുന്നു. അങ്ങനെ ഇരുന്ന് കിട്ടിയ കഴിച്ചിലായി. ഓക്കെ,
അപ്പൊ ബിസ്മില്ല, എന്താണ് മുഹമ്മദ് ഇസ്ഹാൻ ചിരിക്കണ? ഞങ്ങളോടും കൂടി പറ. ഹൈമിനെ കണ്ടിട്ട് ചിരിച്ചതാ? ഹൈമിനെ ഇസ്ഹാൻ ചിരിക്കുന്നുണ്ട്. ഇത് ഞാൻ അപൂർവമായിട്ട് ചിരിക്കുള്ളൂ. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോഴേ ട്രിപ്പിൾ ഡോട്ട് എന്നാ പറഞ്ഞെന്നേ തോന്നുന്നു കേട്ടോ. ആർക്കോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ്. അത് ഡോട്ടല്ല, ബോട്ടാണ്. ഞാൻ ഇന്നലെയാണ് അത് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ട്രിപ്പിൾ ബോട്ടാണ് കേട്ടോ. ട്രിപ്പിൾ ഡോട്ട് ആണെങ്കിൽ 3 ഡോട്ടുള്ള ഇത് ഇതാണ് ഷാ ആണ്. പക്ഷെ ഇതല്ല, ട്രിപ്പിൾ ബോട്ടാണ്. 3 ബോട്ടുള്ള ലെറ്റർ ഏതൊക്കെയാണ്? അതേതായിരുന്നു? ഒന്ന് സ, ഒന്ന് ഇത് ബോട്ട്, അതായത് തോണി. തോണി. ഞാന് ഡോട്ട് എന്നാണ് വിചാരിച്ചത്. ഡോട്ട് എന്ന് പറഞ്ഞാല് ഈ കുത്ത്. ബോട്ട് പറഞ്ഞാല് തോണി. തോണിയുള്ള ലെറ്ററാണ് ഉദ്ദേശിച്ചത് കേട്ടാ. ഇത് കഴിഞ്ഞതാ, ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ. അപ്പൊ നമുക്ക് ഇനി ഇത് പഠിക്കാം. ബിസ്മില്ല, വായിച്ചാണ്. അപ്പോ മുഹമ്മദ് സൈൻ ഒന്ന് വായിച്ചു കൊടുത്തേ. നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ അവന് വായിക്കാൻ പറ്റും. അത് കഴിഞ്ഞ എല്ലാവരും വായിക്കണം കേട്ടാ. അപ്പൊ ബിസ്മില്ല, വായിച്ചോ. മുഹമ്മദ് സൈൻ. ബേജാറാവണ്ട, അറിയാത്ത പറഞ്ഞു തരണ്ട് കേട്ടാ. എല്ലാവരും ശ്രദ്ധിക്കട്ടാ. എന്താണ്? മുഹമ്മദ് സൈൻ മാത്രം വായിച്ചാൽ മതി. ഉറക്കം വായിക്കും. അല്ല, ഫ. ഒരു ഡോട്ട് ആണെങ്കിൽ ഫ. വെരി ഗുഡ്. ഫനസ്. എന്താണ് നമ്മളിന്ന് പഠിച്ച ആദ്യത്തെ ലെറ്റർ ഫ. മുണ്ടല്ലേ, ഇത് നോക്ക് എങ്ങനെ കിട്ടി. ബാക്കിയുള്ളവർ നോക്കിയേ, കണ്ട? ഈ ഫ ആണ് ഈ ഫ അല്ലേ. അപ്പൊ ഇത് വേറെ ലെറ്ററിന്റെ കൂടെ വന്നപ്പോ അതിന്റെ ഷേപ്പ് ഇത്തിരി മാറിയതാണ് കേട്ടോ. അപ്പൊ നമ്മള് എന്താണ്, അപ്പൊ അതിന്റെ ഷേപ്പ് ഇത്രേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഫ. പിന്നെ നമ്മൾ മുമ്പ് പഠിച്ച ഒരു ഡോട്ടുള്ള ന. പിന്നെ നമ്മള് ലാസ്റ്റ് വീക്കിൽ പഠിച്ച ഫനസ്. എന്താണ്? ഫനസ്. അതിന് സർക്കിൾ ഇട്ട് പറയുമ്പോ അസ് എന്നുള്ള ഉച്ചാരണം. അപ്പൊ ഫനസ്. വെരി ഗുഡ്. ഫനസ് പറഞ്ഞ എന്താണ്? ഫനസ് പറഞ്ഞ എന്താണ്? ചക്ക, ജാക്ക് ഫ്രൂട്ട് അല്ലേ. ഹൈമി, ആർക്കൊക്കെ ചക്ക ഇഷ്ടമുള്ളവര്? ഇഷ്ടാ? വിദേശത്തുള്ളവർക്ക് കിട്ടാൻ പാടാവും അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ഹൈമിക്ക് ഇഷ്ടാണോ? എന്റെ വീട്ടിലുണ്ടായി, പക്ഷെ അത് പോയി. ഇല്ല, ഇനി ഉണ്ടാവും. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാ എല്ലാവർക്കും ഉണ്ടാവും. അടുത്തത് വെച്ച് നോക്കിയേ. ചക്ക. ചക്കന്റെ അറബി വേർഡ് എന്താണ്? ഫനസ്. അടുത്തത് സൈൻ വായിച്ചേ. മുഹമ്മദ് സൈൻ. ഫുൽ. അപ്പൊ നമ്മളെപ്പോഴും ഈ സർക്കിൾ ഇട്ട് പറയുമ്പോഴ് ആദ്യം അങ്ങനെ ഫുല് പറയാ, എന്നിട്ട് ഫുൽ പറയണം കേട്ടാ. എന്നിട്ട് നമ്മൾ അടുത്ത ലെറ്ററിലോട്ട് പോകണം കേട്ടോ. അല്ലാണ്ട് ഫുല് പറഞ്ഞു പോകരുത്. പിന്നെ ഫുൽ. ഇനി അടുത്ത ലെറ്റർ കടുവല്ല, പെപ്പർ, കുരുമുളക്. കുരുമുളക്. വായിച്ചോ. പറഞ്ഞുതരാം, നോക്കിയ മുഹമ്മദ് എല്ലാരും നോക്കിയ. ഇതെന്താണ്? ഫു. ഫുൾ കഴിഞ്ഞിട്ട് വീണ്ടും ഫു ആണ്. പിന്നെ പിന്നെ ഫു ല. അപ്പൊ ഫുൽ. എന്താണ്? ഫുൽ. ഓക്കെ, ഇപ്പൊ കിട്ടുന്നുണ്ടാ? നമ്മളിപ്പോ ഇന്ന് ഫസ്റ്റ് പഠിച്ച ലെറ്റർ ഫ, ഫി, ഫു. ഫു ആണിത്. പിന്നെ ലാ, ലി, ലു, ല്. അപ്പൊ ഫുൽ. പിന്നെ അല്ല ഫു. പിന്നെ ഫു ആണ്. കണ്ടാ? ഫുവിന്റെ ഷേപ്പ് ഇത്രേ ഉണ്ടാവുള്ളൂ ട്ടാ.
അപ്പൊ ഇനി നിങ്ങൾ ഖുർആനിൽ എവിടെ കണ്ടാലും അല്ലാ മിസ്സബ് ഉറങ്ങി, മിസ്സബ് മിസ്സബ് ഉറങ്ങി. മിസ്സബിന്റെ ഉമ്മച്ചില്ല? അയ്യോ, മുഹമ്മദ് സൈൻ എന്നല്ല, അല്ല സൈൻ ഇസ്ഹാൻ എന്ന് ചിരി. സാരല്ല സാരല്ല, ഉറങ്ങിയതാണ്, പെട്ടെന്ന് വിളിക്കരുത്. മുഖം കഴുകി വരുവോ? രാവിലെ സ്കൂളിൽ നിന്ന് വന്നപാട് ഞാൻ ഇവനോട് പറഞ്ഞേക്ക് ഉറങ്ങാന്, അന്നേരം ഉറങ്ങിയില്ല. സാരല്ല, ഒന്ന് മുഖം കഴുകി വെള്ളമൊക്കെ കുടിച്ചു പോര്. ഇതിപ്പോ കഴിയും, ഇപ്പൊ കഴിയും. ഓക്കെ, ഫുൾ ഫുൾ എന്താണ് ഫുൾ ഫുൾ. അല്ലെങ്കിൽ പിന്നെ നിർത്തില്ല, അത് റെക്കോർഡിങ് നടക്കുന്നുണ്ട്, അത് കേൾപ്പിച്ചാൽ മതി കേട്ടോ. പറ്റ ഉറക്കം. ആ പെപ്പർ കുരുമുളകാണ് കേട്ടോ. ഫുൽ ഫുൽ പറഞ്ഞാല്. ആ അടുത്ത വായിച്ചേ. കുരുമുളക്. സൈഫ് ആരോ അതിനടുത്ത് വായിച്ചല്ലോ. ഇസ്ഹാനാണ്. സൈഫ്. ആ സൈഫ്, വാളെന്നും കത്തി, നൈഫ് എന്നൊക്കെ പറയാം. പിന്നെ അതിന് വേറൊരു പേര് കൂടി, വേറൊരു അർത്ഥം കൂടി ഉണ്ട്. നൈഫ് എന്നും പറയാം കേട്ടോ. നൈഫ്, കത്തി. ആ അതെന്താ അറിയോ? ആ ഒന്നുകില് ഇങ്ങനെ പറയാ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇടാ, അതിന്റെ അർത്ഥം പറയട്ടെ. വാള്, അർമാൻ പറഞ്ഞ വാള് ഇതാണ് കേട്ടോ, വാള്. ആ നൈഫ് എന്ന് പറഞ്ഞാല് കത്തിക്ക് പറയുന്ന പേരാണ് നൈഫ്. ആ വാളിന് സ്വേഡ് പറയും. സാധാരണ സൈഫ് എന്ന് പറയുമ്പോ നൈഫ് തന്നെ പറയാറ്, കത്തിക്ക് തന്നെ പറയാറ്. ഓക്കെ, ഇസ്ഹാൻ വായിച്ചത് എന്താ? ഇസ്ഹാൻ, അടുത്തത് ഇസ്ഹാൻ വായിച്ചേ. ഖുർആൻ എവിടെ കിട്ടിയത്? ഈ നമ്മൾ രണ്ടാമത് പഠിച്ച ഈ അതാണ് അല്ലെ? ഖുർആൻ. ഖുർആൻ പറഞ്ഞെന്താ? ഖുർആൻ പറഞ്ഞെന്താ? ആ നമ്മള് പഠിക്കുന്ന ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഖുർആൻ. തന്നെയാണ് ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളോട് പറയുന്നതാണ്, അള്ളാഹുവിന്റെ വാക്ക്. അള്ളാഹുവിന്റെ വാക്കാണ് ഖുർആൻ. ഓക്കെ, അടുത്ത വെച്ചേ. നഫഖ്. ഈ കാക്ക് സർക്കിൾ ഇട്ട് പറയുമ്പോഴേ ശരിക്ക് അങ്ങനെ തന്നെ പറയണം കേട്ടാ. നമ്മള് ബ് പറഞ്ഞില്ലേ, ബ് ദ്, ഈ മൂന്നും ഒരേപോലെ നമ്മൾ പറയണ്ട. ശരിക്കും ആ സർക്കിളിനെ പറയണം. ബാക്കിയുള്ളതൊന്നും നമ്മൾ അങ്ങനെ റ് ന് ഈ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. ഐ ഔ ഖുർ അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ. ഇതങ്ങനെയല്ല, ഇത് നഫഖ്. അതുപോലെ ബ് അല്ലെ, ബബിർ. അതുപോലെ വേറെന്താ, യദ്, ഇത് തന്നെ പറഞ്ഞില്ലേ, അതുപോലെ പറയണം. ഓക്കെ, നഫഖ് പറഞ്ഞെന്താണ് നോക്കിയേ? തുരങ്കം, ടണൽ അല്ലേ? അതുണ്ടോ? തുരങ്കം അല്ലേ? ഇതെന്താ? അടുത്തത് വായിച്ചേ. ബുർത്തുക്കാൽ. ബുർത്തുക്കാൽ പറഞ്ഞെന്താ? ഇതെന്താ ഇത്ര ബുദ്ധിമുട്ട് നിങ്ങക്ക്? ബാബിബു, ബുർ, പിന്നെ ഇന്ന് പഠിച്ച പുതിയ ലെറ്റർ ബുർത്തുക്കാ. പിന്നെ ഇന്നലെ പഠിച്ചല്ല, ബുർത്തുക്കാൽ അല്ലേ? അങ്ങനെ സ്പീഡിൽ വായിക്കും. ബുർത്തുക്കാൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കേട്ടാ. അടുത്തത് വായിച്ചേ. മാലിക് അല്ല, മലിക്.
ഇതെന്താണെന്നറിയോ? ഇതാണ് മ. ഓക്കെ, ഇതാണ് ല. ഇതില്ല. മാന്ന് എഴുതുമ്പോൾ എന്താണെന്നറിയോ? ഒരു മിനിറ്റ് പറയുന്ന കേൾക്ക്. മാന്ന് എഴുതുമ്പോ ഇത് അലിഫല്ലേ? അലിഫിന് കൂട്ടി എഴുതൂല കേട്ടോ. എങ്ങനെ ഇത് തിരിച്ചറിയാ? ഇത് മാലിക്കാണോന്ന് എങ്ങനെ അറിയാ? ഈ മാന്ന് എഴുതുമ്പോ അലിഫിന്റെ ഒപ്പം ഒന്നും എഴുതൂല. ഓക്കെ, അപ്പൊ അത് മാണ്. എന്താണ്? ലി, മലി. പിന്നെ ക, മലിക്. കാന്നുള്ളത് ഇറ്റൊക്കെ എഴുതുമ്പോഴും എൻഡിൽ എഴുതുമ്പോഴും ഈ ഷേപ്പ് പറഞ്ഞില്ലേ, അതാണ് ലാസ്റ്റ്. അതുകൊണ്ടാണ് ഇത് മലിക് എന്ന് വായിച്ചത് കേട്ടോ. എന്താണ്? മലിക്. ഇനി ഞാൻ താഴെ എഴുതി തരാം. ഇത് എന്താ വായിച്ചേ? ലി, മാലിക്. മാലിക്. ഇതാണ് മാലിക്. അതെന്തുകൊണ്ടാ ഇങ്ങനെ വായിച്ചേ? മാക്ക് ശേഷം അലിഫ് വന്നു, അലിഫിന്റെ കൂടെ ഒന്നും കൂട്ടി എഴുതിയില്ല അല്ലെ? അതുകൊണ്ട് നമുക്കത് അലിഫാണ് മനസ്സിലായില്ലേ? ഇവിടെ അലിഫിന് ശേഷം ഇങ്ങനെ വന്നപ്പോ അതിന്റെ ഷേപ്പ് ല ആണ് അല്ലെ? ഇങ്ങനെ എഴുതുമ്പോ ല അല്ലേ? അതുകൊണ്ട് നമുക്കത് അലിഫ് അല്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, മാലിക് വന്നെന്താ? ഗുഡ്. ഇനി അടുത്ത വായിച്ചേ. ഇനി നിങ്ങൾ ഇങ്ങനെ ഷാ എന്നൊന്നും പറയാൻ പറ്റില്ല. വലിയ കുട്ടികളായിക്കണം. 5 യൂണിറ്റ് കഴിഞ്ഞു. ഇത് 6ാമത്തെ യൂണിറ്റ് അല്ലേ ഇത്? നിങ്ങൾ ഓരോ ലെറ്ററും ഷാ എന്നൊന്നും പറയണ്ട. 7 ആയി. മാഷാ അല്ലാ. അപ്പൊ എന്താണ്? നിങ്ങൾ വേഗം വേഗം വായിക്കണം. ഷം. എന്താണ്? ഷംസ്. ഷംസ്. ഓക്കെ, ഷംസ് പറഞ്ഞെന്താ? അപ്പൊ നോക്കിയേ, മാന്റെ ഷേപ്പ് നോക്കിയേ. കണ്ടാ? ഫസ്റ്റിൽ എഴുതിയ പോലെ തന്നെ അല്ലേ? ഇങ്ങനെ അല്ലേ? ഇങ്ങനെ ഇട്ടപ്പോ എന്തായി? മായി അല്ലേ? ഷം അല്ലേ? ഇവിടെ അങ്ങനെ തന്നെ അതിന്റെ ഷേപ്പ് കണ്ടോ? ഇനി അടുത്ത് വായിച്ചേ. മിർ. മിർസം. വെരി ഗുഡ്. ഇത് ഫസ്റ്റ് നമ്മൾ ഇന്ന് പഠിച്ച മീ അല്ലേ? പിന്നെ മിർ. പിന്നെന്താണ്? ഇന്നലെ പഠിച്ച സ. വീണ്ടും നമ്മള് മിർസം. മാന്റെ ഷേപ്പ് കണ്ടോ? മിർസം എന്ന് പറഞ്ഞ എന്താ? പെൻസിൽ ഹോൾഡർ. പെയിന്റിംഗ് ബ്രഷ്. പെയിന്റിംഗ് ടൂൾ എന്നൊക്കെ പറയാം. പെയിന്റിംഗ് ബ്രഷ് അല്ലെങ്കിൽ പെയിന്റിംഗ് ടൂൾ അല്ലെങ്കിൽ പെന്ന്, അതിനൊക്കെ മിർസം എന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ എന്താണ്? പെൻസിൽ കളർ. പെൻസിൽ കളർ അല്ലെങ്കിൽ ഡ്രോയിങ് ടൂള്, അതിനൊക്കെ പറയാം കേട്ടോ. അത് പെൻസിൽ ഹോൾഡർ ആണ്. അങ്ങനെ അങ്ങനെ ആയാലും കുഴപ്പമില്ല, പെന്നായാലും കുഴപ്പമില്ല. പെയിന്റിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് ടൂൾ, അങ്ങനെയൊക്കെ അറബിയിൽ അതിനർത്ഥം ഉണ്ട് കേട്ടോ. ഡ്രോയിങ്. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് വായിച്ചു തരട്ടെ. എന്താണ് ആദ്യത്തത്? ഫനസ്. ഫനസ് എന്ന് പറഞ്ഞാല് ചക്ക, ജാക്ക് ഫ്രൂട്ട്. ഓക്കെ, ഫനസ്. ഫനസിൽ എന്തെങ്കിലും അറിയാത്തതുണ്ടോ? ഫനസ് നമ്മൾ ഇന്ന് പഠിച്ച ഫ അല്ലേ? അപ്പൊ സ്പീഡിൽ വായിച്ചു പഠിക്കണം കേട്ടോ. എന്താണ് ഫനസ്? ഇനി ഫൊന്നും പറയാൻ പറ്റില്ല. ഫനസ് അല്ലേ? സ്പീഡിൽ വായിക്കണം കേട്ടോ. അടുത്തത് ഫുൽ. എങ്ങനെ പറഞ്ഞേ? നമ്മൾ ഇന്ന് പഠിച്ച ഫൂ, ഇന്നലെ പഠിച്ച പിന്നെ ഫുൽ അല്ലേ? ഇങ്ങനെ എഴുതി പറഞ്ഞു പഠിക്കണം കേട്ടോ. ഫുൽ എന്ന് പറഞ്ഞാല് കുരുമുളക്. കുരുമുളകൊക്കെ നിങ്ങക്ക് അറിയോന്ന് തന്നെ ആവും. അടുത്തത് സേഫ്. എന്താണ്? സേഫ്.
സൈഫ് സൈഫ് എന്നാല് കത്തി. ഞാൻ ഞമ്മക്കറിയാം. കുൽക്കുലല്ല, ഫുൽ ഫുൽ പുല്ലല്ല. പുൽ പറഞ്ഞാല് പറയാന്ന് അർത്ഥം. ഫു ആണ്, ഫു. മിസ് ഉറക്കത്തിൽ കാണുന്നപ്പോ ആകെ എഴുതുണ്ടല്ലോ. അടുത്ത വായിച്ചേ. ആ ഖുർആൻ അല്ലടാ, ഖുർആൻ. യാമി ഖുർആൻ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചിരുന്നട്ടാ. ഖുർആൻ. ഓക്കെ. ആരാ? അമീനല്ല, അലീമ മാത്രം തോന്നുന്നു. അടുത്തത് ഖുർആൻ. അടുത്തത് നഫഖ്. നഫഖ് എന്താണ്? നഫഖ്. നഫഖ് എന്ന് പറഞ്ഞാൽ തുരങ്കം എന്ന് പറയും. ടണൽ, ടണൽ. ആ, അടുത്തത് ബുർ. ബുർ. പുതുതായിട്ട് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. കൂലല്ലേ, പുർത്തുക്കാൽ. വെരി ഗുഡ്. ആ, അടുത്തത് ആ, ഇതെന്താ? ഹൈമിയെ വായിച്ചേ. ഇതെന്താ? മലിക്. എന്താണ്? മലിക്. ഇതെന്താണ്? മാ. ഇതെന്താണ്? ലി. ഇത് ക. മലിക്. അടുത്തത് വെരി ഗുഡ്. ഷംസ്. ഷംസ് സൂര്യൻ. ഷംസ് എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ. സൺ. അടുത്തത് ഷംസ്. പെയിന്റിംഗ് ബ്രഷ്. പിന്നെ വേറെ ഒന്നുണ്ട്. നമുക്കപ്പൊ സൂര്യൻ പഠിച്ചാ ചന്ദ്രനും പഠിക്കാം. അതൊന്നും പഠിച്ചിട്ടുണ്ട് നമ്മള്. ചന്ദ്രൻ എന്താ പറയാ? അത് ചിലപ്പോ അപ്പുറത്തുണ്ടാവും കേട്ടോ. ചന്ദ്രനെ കണ്ടിട്ടുണ്ടാ? ചന്ദ്രന് ഇതാ പറയാ. ഇതെന്താ വായിക്കാ? വായിച്ചേ. കാണില്ലേ? കമർ. കമർ. വെരി ഗുഡ്. ഓക്കെ. ഇനി വായിച്ചേ. വായിച്ചോളി. വായിച്ചോക്കിയാ. എന്താണ്? ഫിറാഷ്. മുഹമ്മദ് സൈൻ പോവല്ലേ? ഫിറാഷിൽ ഏതാണ് നമ്മൾ പുതുതായി പഠിച്ചിട്ട്? ഏതാ? ഇതല്ലേ? എന്താണ്? ഒരു ഡോട്ട് അല്ലേ? ഒരു ഡോട്ടും താഴേതും. അപ്പൊ ഫിറാഷ്. ഇത് ഫീ മാത്രമേ ഉള്ളൂ നമ്മൾ പുതിയത് പഠിച്ചേട്ടാ. എന്താ വായിക്കാ? ഫിറാഷ്. പറഞ്ഞേ. ഫിറാഷ്. ഓക്കെ. അടുത്ത വായിച്ചേ. വിസാം. ഇതില് മാ എഴുതിയത് കണ്ടില്ലേ? എഴുതി വന്നപ്പോ മാന്റെ ഷേപ്പ് ഇങ്ങനെ അല്ലേ? വിസാം. ബി ഒന്നും മറന്നിട്ടില്ലല്ലോ. ബി മറന്നോ? അമ്പടാ. അപ്പോഴത്തേന് ഈ അതിലിടക്ക് ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ മുഹമ്മദ് സൈൻ. ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നോ? ഒരു മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. വിസാം. വെരി ഗുഡ്. അടുത്തത് വായിക്ക് ഹൈമി. മിസ്സബ് വായിച്ചോ? വെരി ഗുഡ്. സമത്. ഫസ്റ്റ് ലെറ്റർ സ അല്ലേ?
സെക്കൻഡ് ലെറ്റർ മാ, സമ, പിന്നെ ക, സമക്. സമക്ക് പറഞ്ഞെന്താ? എന്താണ് ഹൈമി സമക്ക് പറഞ്ഞ? ഫിഷ്. ഫിഷ്. ആ, ഫിഷ് പറഞ്ഞാല് മീന്. അതിനാണ് സമക്ക് പറയട്ടാ. അടുത്തത് വായിച്ചോ. ഇതൊക്കെ നമ്മള് ഫ പഠിച്ചില്ലേ? ഫ, ഫ, ഫി, ഫു പഠിച്ചില്ലേ? ഫു, ഫു. ഫ, ഫി, ഫു. എന്നിട്ട് ഫൂം എന്നുള്ള ഉച്ചാരണം. ചുണ്ട് പൂട്ടണം കേട്ടോ. മാ, മീ, മു, മ്. ഫൂം. എന്താണ്? ഓക്കെ. മാക്ക് സർക്കിൾ ഇട്ടാൽ എന്താ വായിക്ക? എന്നുള്ള ഉച്ചാരണം. ചുണ്ട് പൂട്ടി പറയണം കേട്ടോ. ഫൂം. എന്താണ്? ഫൂം. മുഹമ്മദ് സൈൻ അത് മാറ്റി വെച്ചാളാം കേട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാം. ഇനി 10 മിനിറ്റും കൂടി ഉള്ളു. ഫൂം. ഇവർക്കൊന്നും കൊടുക്കാതെ തിന്ന അവർക്ക് സങ്കടാവൂലേ? എനിക്ക് സങ്കടാവൂലേ? എനിക്ക് തരാതെ തിന്നണ നിങ്ങള്? അപ്പൊ സങ്കടാവും, എല്ലാവർക്കും സങ്കടാവും. അപ്പൊ എന്തിനാ വേറുള്ളവരെ സങ്കടപ്പെടുത്തണേ? ഇപ്പൊ ഭക്ഷണം കണ്ടാണ്ട ഹൈമി ഇപ്പൊ തല താഴ്ത്തിട്ട തിന്നണ. ഓക്കെ. അപ്പൊ അടുത്ത വായിച്ചേ. ഫസാദ്. ഫസാദ്. നമ്മൾ ഇന്ന് പഠിച്ച ഫ വന്നു അല്ലേ? ഫസാദ്. ഫസാദ്. ഓക്കെ. അടുത്ത വായിച്ചേ. ഇസ്ഹാൻ ഗുഡ് ബോയ്, നല്ല കുട്ടിയായിട്ട് വായിക്കുന്നുണ്ടല്ലോ. കലം അല്ലെ? ഇന്ന് നമ്മൾ 2 ലെറ്റർ ഇതിൽ വന്നു അല്ലെ? ഒന്നേതാണ്? കലം. കലം കണ്ടാ? പറയുമ്പോള് നമ്മള് ചുണ്ട് അടക്കണം കേട്ടാ. കലം. ഓക്കെ. അടുത്തത് കലം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കലം എന്ന് പറഞ്ഞെന്താ? പെന്ന് അല്ലേ? അപ്പൊ കിതാബോ? കിതാബ്. കിതാബ് പറഞ്ഞ ബുക്ക്. കിതാബ് എന്ന് പറഞ്ഞാല് ബുക്ക്. കലം പറഞ്ഞാല് BOOK കിതാബ്. അതുപോലെ കലം പറഞ്ഞാല് പെന്ന്. അപ്പൊ അതൊക്കെ പഠിഞ്ഞു കിട്ടാ. നിങ്ങള് വലിയ കുട്ടികളായി കൊറേ വേർഡ്സുകൾ പഠിഞ്ഞു അല്ലേ? ഓക്കെ. കലം, ബുക്ക്, ഖുർആൻ, റസൂൽ ഒക്കെ പഠിഞ്ഞിട്ടാ. ഓക്കെ. അടുത്തത് വായിച്ചേ. വായിക്കും. എന്താണ്? ഫിർദൗസ്. വെരി ഗുഡ്. ഏതാണ് പുതിയ ലെറ്റർ? ഫി അല്ലെ? ഫി. പിന്നെ ഫിർ. ഫിർ. ദൗ. ഫിർദൗസ് അല്ലെ? ഫിർദൗസ്. ഫിർദൗസ്. ഞാൻ എഴുതുമ്പോ നോക്കണം കേട്ടോ. ഞാൻ ഓരോ ലെറ്ററും അവിടെ ഗ്യാപ്പ് ഇല്ലാത്തോണ്ട് താഴെ എഴുതുന്നേ. അപ്പൊ അത് ഒരുമിച്ച് വായിക്കണം കേട്ടോ. നിങ്ങൾ എന്തിനങ്ങനെ ഇളകണ്? അതിനനുസരിച്ച് ഞാനും ഇളകേണ്ടി വരുമല്ലോ. ഇപ്പൊ ഫിർദൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിർദൗസ് എന്ന് പറഞ്ഞാല് പാരഡൈസ്. പാരഡൈസ്. പാരഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം. ഫിർദൗസ്. അടുത്ത വായിച്ചേ. പറഞ്ഞാൽ ഓർക്കം വരണ്ട. എന്താണ്? കാല പറഞ്ഞിട്ടെന്നറിയോ? പറഞ്ഞു എന്നാണ്. കാല എന്ന് പറഞ്ഞാല് മലയാളത്തില് പറഞ്ഞു. അടുത്തത് നല്ല മഴയാ. വേഗം വായിച്ചോളി. യഖൂലു. എന്താണ്? യഖൂലു. നാളെ ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കൂട്ടാ. അപ്പൊ ഇങ്ങനെ ആടിയിരിക്കരുത്. യഖൂ. എന്താണ്? യഖൂ. എങ്ങനെ കിട്ടി?
അല്ലെ? യഖൂലു. ആ ഓക്കെ, അടുത്ത വായിച്ച ഇതെന്താ? ഞാൻ ചർച്ച കേട്ടോ. ഇസ്ഹാൻ ഒന്ന് ആട്ടം നിർത്തിയേ. കുൽ. കുൽ. ആ കുൽ, വെരി കുൽ, ഗുഡ്. ആ കുൽ, ഇതാ. കുൽ. ആ ഇതെന്താ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാ. കുൽ കുൽ ഖമർ. ഖമർ പറഞ്ഞെന്താ? ഖമർ പറഞ്ഞാല് മൂൺ. മൂൺ. ഓക്കെ. പിന്നെ മറ്റേ സൈൻ ഇസ്ഹാൻ ഇല്ലേ? ഇസ്ഹാൻ ആദ്യമായിട്ടാണ് അറബി പഠിക്കുന്നത്. അർമാനൊക്കെ കുറച്ച് പഠിച്ചിട്ടില്ലേ മദ്രസേന്നും ദർസുന്നൊക്കെ, പക്ഷെ ഇസ്ഹാൻ ആദ്യമായിട്ട് പഠിക്കുന്നത്. പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നോക്കിയേ, അങ്ങനെ നന്നായി വായിക്കാൻ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായി വായിക്കാൻ കഴിയും കേട്ടോ. ഈ കുറച്ച് സമയം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ടീച്ചറിനോട് പേഴ്സണലി പറയാ, ഏതെങ്കിലും ഭാഗം അറിയാത്തതുണ്ടെങ്കിൽ പറയാട്ടോ. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഒറ്റക്ക് ക്ലാസ് തരും കേട്ടോ. ഓക്കെ, അടുത്ത വായിച്ചേ. ഫാസിദ്. ഫാസിദ്. അടുത്തത് ആ കൽബ്. അർമാൻ എന്താ മുണ്ടാണ്ടിരിക്കണേ? കൽബ്. പുതിയ വാച്ചൊക്കെ കിട്ടിയിട്ടാ തോന്നുന്നുണ്ട്. പുതിയ വാച്ച് കിട്ടിയിട്ടാ തോന്നുന്നുണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത. കൽബ്. കൽബ്. കൽബ് പറഞ്ഞെന്താ? കൽബ് പറഞ്ഞെന്താ? ഹൃദയം. എന്താണ്? ഹൃദയം. ഹൃദയം എന്ന് പറഞ്ഞെന്താ? ഹൃദയം എവിടെ ഇരിക്കണേ? ഹാർട്ട്. ഹാർട്ട് എവിടെ ഇരിക്കണേ? ഹാർട്ട് ഇല്ലേ? എവിടെയാണ് ഹൃദയം? നമ്മളെ ഹൃദയം എവിടെ ഇരിക്കണേ? എവിടെയാ? അത് അർമ്മം കാണിച്ചു തരുന്നു. അർമ്മം കാണിച്ചു തരുന്നല്ലേ? അത് അവിടെയാണ് ഹൃദയം ഇരിക്കണേ അല്ലേ? എവിടെയാടാ സൈൻ? കാണിച്ചു തരുന്നതാ. ഓക്കെ. മുഹമ്മദ് സൈന് ഹൃദയം ഇല്ലേ? അവിടെ ഉണ്ടോ നോക്കാം. അവിടെ ഇങ്ങനെ തൊട്ടാൽ അത് മിടിക്കുണ്ടാവും. ഓക്കെ, അതാണ് കൽബ്. അപ്പൊ നിങ്ങൾ അതൊക്കെ പഠിച്ചുട്ടാ. കൽബ്. കേട്ടോ, വായ നിറച്ച് ഉയർത്തി പറയണേ. നേരെ മറിച്ച് ആണെങ്കിലോ, കൽബാണെങ്കിൽ എന്താ അർത്ഥം? അത് നിങ്ങൾ മുമ്പ് പഠിച്ചത്. അതെന്താണ്? ഡോഗ്. കൽബ് പറഞ്ഞാല് നിങ്ങൾ പറയുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് അറബിന്റെ പ്രത്യേകത കേട്ടോ. ഓരോ ലെറ്ററും പറയുമ്പോ അതിനനുസരിച്ച് പറയണം കേട്ടോ. കൽബ്. ഓക്കെ, അടുത്തത് കുലൂബ്. കുലൂബ് പറഞ്ഞാല് കൊറേ ഹൃദയത്തിനാണ് കുലൂബ് പറയാട്ടോ. കൽബിന്റെ പ്ലൂറൽ. പ്ലൂറലാണ് കുലൂബ്. ഇനി അടുത്തത് കുല്ലല്ല, കുഫുൽ. കുഫ്ല്. കുഫുൽ. 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 വെരി ഗുഡ്. കുഫുൽ. ഓക്കെ, ഇനിയുള്ളത് ഞാൻ വായിച്ചു തരാം കേട്ടോ. അല്ലെ നമുക്ക് ടൈമില്ല. ഓക്കെ, അടുത്ത വായിച്ചേ. ഖാഫ്. മിസ്സബ് വായിച്ചേ. ഖാഫ്. പോലെ. പിന്നെന്താണ്? ശതമ. എന്താണ്? ശതമ. അടുത്തത് കുത്തില. എന്താണ്? കുത്തില. അടുത്തത് കുൽത്ത. എന്താണ്? അടുത്തത് കുൽത്തും. കുൽത്തും. പഠിച്ചിട്ട് വരണേട്ടാ. അടുത്ത വീക്ക് ആകുമ്പോഴത്തേന് പഠിച്ചിട്ട് വരണേട്ടാ. അടുത്തത് യാഖൂത്ത്. എന്താണ്? യാഖൂത്ത്. അടുത്തത് ഖിൻവാൻ. ഖിൻവാൻ. അർമാൻ വായിക്കടോ. ഖിൻവാൻ. അടുത്തത് മൈദാൻ. തിൽഫാസ്. എന്താണ്? തിൽഫാസ്. അടുത്തത്
അത് നമുക്ക് ഖറഅ എന്ന് പറഞ്ഞാൽ റീഡ് എന്നാണ് കേട്ടോ അർത്ഥം, വായിച്ചു. എന്താണ്? വസാഇൽ. എന്താണ്? വസാഇൽ. ഇസ്ലാം. എന്താണ്? ഇസ്ലാം. അടുത്ത് മുസ്ലിം. മുസ്ലിം. അടുത്തത് സഖുലത്ത്. സഖുലത്ത്. അടുത്തത് സമാ. സമാ പറഞ്ഞ എന്താ അറിയോ? സമാ പറഞ്ഞ കൈ. അപ്പൊ ഇൻഷാല്ലാ നിങ്ങള് നന്നായി പഠിക്കണം. അടുത്ത വീക്ക് ആകുമ്പോഴേക്ക് നന്നായി പഠിക്കണം കേട്ടോ. നമുക്ക് അടുത്ത വീക്ക് തണ്ട ഖുർആനിലെ ആയത്തുകള് ഓതാൻ പഠിക്കണം കേട്ടോ ഇൻഷാല്ലാ. അതൊക്കെ നിങ്ങൾ പഠിച്ച വേർഡുകളാണ് കേട്ടോ. പഠിച്ച വേർഡല്ല, പഠിച്ച ലെറ്റേഴ്സ്. നിങ്ങൾ പഠിച്ച ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഖുർആന്റെ ആയത്തുകളാണ്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീക്ക് പഠിക്കണം കേട്ടോ. അപ്പോ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഉഷാറായിട്ട് നല്ല കുട്ടികളായിട്ട് അതിന്റെ ഇടയിലുള്ള വർക്കുകളൊക്കെ എഴുതി തീർക്കട്ടോ. എനിക്ക് തോന്നുന്നു ലീമ മാത്രമാണ് എനിക്ക് വർക്ക് എഴുതി അയച്ചിട്ടുള്ളത്. അർമാനൊന്നും അയച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഇന്ന് നിർത്താം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ബൈ ബൈ. Bye.